എല്ലാവരെയും സ്നേഹിച്ചും ആദരിച്ചും ഇപ്പോൾ അനുസ്മരിച്ചും നടത്തുന്ന നമ്മുടെ ഇജ്തിമാഅ് നാളെ പരലോകത്ത് കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ മഹബത്തിൻ്റെ തഅല്ലുഖ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അഫ്ദലുൽ അഅമാലി അൽ ഹബ്ബു ഫില്ലാഹ് വൽ ബഗ്ദു ഫില്ലാഹ്, ഈ ഒരുമിച്ച് കൂടിയ ആളുകളിൽ 95% കുടുംബക്കാരല്ല, അതേസമയം ആത്മീയ ബന്ധുക്കളാണ്. അഫ്ദലുൽ അഅമാലി അൽ ഹബ്ബു ഫില്ലാഹ് വൽ ബഗ്ദു ഫില്ലാഹ്, ഗുരു ശിഷ്യ ബന്ധമാണെങ്കിലും പ്രാസ്ഥാനിക ബന്ധമാണെങ്കിലും ആദർശ ബന്ധമാണെങ്കിലും ഇൽമിയ ബന്ധമാണെങ്കിലും ഒക്കെ ഫില്ലാഹിയാണ്. അല്ലാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നാളെ സ്വർഗത്തിലും ബഹുമാനപ്പെട്ട ഹാഫിദ് മസൂദ് സഖാഫി അടക്കം നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരിച്ച, പ്രത്യേകിച്ച് ഈ മാസം അനുസ്മരിക്കുന്ന അണ്ടോണ ഉസ്താദ്, ഷിറിയ ഉസ്താദ് അടക്കമുള്ള നമ്മളെല്ലാവരെയും അല്ലാഹു നമ്മെ സ്നേഹിക്കുന്നവരെയും ആ സ്നേഹിക്കുന്നവരെയും സ്വർഗത്തിൽ അല്ലാഹു നാളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മുടെ ഈ നല്ല സഭയുടെ മിഥുല സവാബ് വളരെ സന്തോഷമായി നല്ലൊരു പ്രകാശമായി ഹാഫിദ് മസൂദ് സഖാഫിയുടെ ഖബറിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. സത്യത്തിൽ ഇവിടെ അനുസ്മരണപ്പം അണ്ടോണ നടത്തിയതുപോലെയാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞാൽ, ദീർഘകാലം ദർസിൽ ശിഷ്യന്മാരായി പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ, അല്ലെങ്കിൽ മസൂദ് ഉസ്താദിനെ പഠിപ്പിച്ച ഉസ്താദുമാര്, കൂടെ പഠിച്ച സതീർത്ഥ്യർ, അങ്ങനത്തെ ആളുകളാണ് അനുസ്മരിക്കുമ്പോൾ അതിൻ്റെ മുജറബായ ചികിത്സ എന്ന് പറഞ്ഞതുപോലെ അനുഭവേദ്യമായ കാര്യങ്ങൾ പങ്കുവെക്കുക. അതേസമയം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ വന്ന എനിക്കും ഒരുമിച്ച് കൂടിയ നമുക്കെല്ലാവർക്കും ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടാവും. കാരണം പലരും നാട്ടിൽ മരിക്കാറുണ്ട്, പല ചടങ്ങുകളും നടക്കാറുണ്ട്. പക്ഷെ അതിന് വ്യത്യസ്തമായി ഇത്തരം ചടങ്ങുകൾ നടക്കുമ്പോൾ ഞാനും നാളെ മരിക്കുമല്ലോ, എനിക്കും കുറച്ചൊക്കെ വയസ്സായിട്ടുണ്ടല്ലോ, ഞാൻ മരിച്ചാൽ എന്നെ പറ്റി നല്ലത് പറയാൻ, എന്നെ അനുസ്മരിച്ചുകൊണ്ട് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാം, ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഖബറിലേക്ക് എന്തെങ്കിലുമൊക്കെ ഹദിയകൾ നൽകാൻ മുഹിബ്ബീങ്ങളെ ഞാൻ വളർത്തിയിട്ടുണ്ടോ? മറിച്ച് ഞാൻ മരിക്കുന്നതോടുകൂടെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിന്നേതായത് മീറ്റിങ്ങിൽ ഒച്ചും വിളിയും കുറയും. ഒരു ഉദാഹരണം പറയുകയാണ്, നമ്മൾ ചില ഇബാദത്തുകളൊക്കെ നല്ലോണം ഉണ്ടാവും, വാളുകളും നല്ലോണം പറയും, പക്ഷേ ഖുലുഖ് ലേശം മോശമായിരിക്കും. അല്ലാഹു നമ്മളൊക്കെ സ്വഭാവം നന്നാക്കി തരട്ടെ. പലപ്പോഴും ചില കമ്മിറ്റികളൊക്കെ, പള്ളി കമ്മിറ്റി ആയാലും സംഘടനാ മീറ്റിംഗ് ആണെങ്കിലും കുടുംബ സദസ്സാണെങ്കിലും വരെ ഒരാളുണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആകെപ്പാടെ തകരാറാവും. എല്ലാവരും അഭിപ്രായ ഇത്തിഫാക്കെടുത്താൽ എനിക്കതിനോട് യോജിപ്പില്ല എന്ന് പറയും. അതോടുകൂടി മനുഷ്യ ശുദ്ധ ഇങ്ങനെ ചില സ്വഭാവമുള്ള ആളുകൾക്കൊക്കെ മാറ്റിയെടുക്കാൻ കൂടെ ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉപകാരപ്പെടും. ഇപ്പോൾ സഖാഫിസ്ഥാനെ കുറിച്ച് ശിഷ്യർക്ക് അനുഭവങ്ങൾ പറഞ്ഞല്ലോ. എന്തായിരുന്നാലും ദർസും അതുപോലെ തന്നെ വഅളും ഇന്നത്തെ ദീനീ ദഅവയുടെ സുപ്രധാനമായ 2 മാർഗങ്ങളാണ്. അതിനുള്ള ചാനലുകളും ചാൻസുകളും ഒക്കെ വേറുണ്ടോ. ഇത് രണ്ടും കൂടെ ജിത്യമായിട്ട് ഒരാൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അത് വലിയ ഭാഗ്യം, ചെറിയ ഭാഗ്യമൊന്നുമല്ല. അദ്ദീനു അൻ നസീഹ ഖാലു ലിമൻ യാ റസൂലല്ലാഹ് ഖാല ലില്ലാഹി വലിറസൂലി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തി. ഒരു മാസ്റ്റർ പീസ് ഹദീസാണല്ലോ. ആ പൊതുവിൽ ആവശ്യമുള്ളത് എന്തെങ്കിലും കുറെ പറയാന്നുള്ളതല്ല. കുറെ പാട്ട് പാടുക, അല്ലെങ്കിൽ കുറെ ഭാഷകൾ പറയുക, അല്ലെങ്കിൽ കുറെ തമാശകൾ പറയുക, അല്ലെങ്കിൽ അങ്ങനെ സദസ്സിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറയാം. അങ്ങനെ വാഴുന്നുണ്ട്, അതും ആവശ്യമായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ഉപകാരം ഉണ്ടാവും. അതേ സമയത്ത് സന്ദർഭം നോക്കിയും ആളുകൾക്ക് ആവശ്യമുള്ളതും, അത് കമ്മിറ്റി ഇഷ്ടപ്പെടാതിരിക്കട്ടെ, പക്ഷെ ജനങ്ങൾക്കത് ആവശ്യമാണ്. ആ രീതിയിൽ സന്ദർഭം നോക്കി അഫ്ളൽ ഇൽമി ഇൽമുൽ ഹാൽ, സന്ദർഭം നോക്കിയിട്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട്.
അത് കമ്മിറ്റി ശ്രദ്ധിക്കേണ്ടതുണ്ടാവും, കാലിമാർ ശ്രദ്ധിക്കേണ്ടതുണ്ടാവും, മുത്താനും ശ്രദ്ധിക്കേണ്ടതുണ്ടാവും, അങ്ങനെ പലരും ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. ആ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ സന്ദർഭത്തിലുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു പള്ളി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. പള്ളി ഉദ്ഘാടനം പള്ളി ഇതുപോലെയാണ്, സദസ്സ് നടക്കുന്നത് ഇവിടെയാണ്. അവ ഉദ്ഘാടനം ആവിഷ്കാരം കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിൽ കയറി പള്ളിയാവുമ്പോൾ സമയത്ത് ബാങ്ക് കൊടുക്കണമല്ലോ. ആ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് സദസ്സിലേക്ക് ഇങ്ങനെ കാര്യമായ ആൾ പ്രസംഗിക്കുമ്പോൾ നല്ല സൗണ്ടിൽ ഇങ്ങനെ കിറാത്ത് വരും. അപ്പം പെട്ടെന്ന് പ്രസംഗം നിർത്തി നോക്കുമ്പോൾ നല്ല സൗണ്ടിൽ ഇപ്പുറത്തുനിന്ന് ജമാഅത്ത് നടത്തുക. അറബികൾ ചോദിച്ചേ ഇതെന്താ? അറബികൾ പൈസ നിന്നിട്ടാണ് പള്ളി ഉണ്ടാക്കിയത്. ഒന്നുകിൽ അവിടെ ജമാഅത്തിന് നിങ്ങൾക്കത് ബാധകല്ലേ എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഇരിക്കുന്നവർക്കത് ബാധകല്ലേ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ അത് നമുക്കൊന്ന് കിരിക്കുന്നു വേണ്ടി ഓൽക്കും മതി നിസ്കാരം എന്താ ചോദിച്ചത്. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങിച്ചെന്നിട്ട് പ്രശ്നങ്ങളെ കണ്ടി വന്നു. പിന്നെ നിസ്കാരം മുറിക്കാൻ വയ്യല്ലോ. ലാസ്റ്റ് ആ ഭാഗത്തുള്ള ക്യാബിൻ ഓഫാക്കിയിട്ട് ഇവിടെ പരിപാടി തുടർന്നു. പിന്നെ പോയി നോക്കുമ്പോൾ ഇമാം അവർകൾ ബഹുമാനപ്പെട്ടവർ പഠിച്ചതൊക്കെ വരക്കണം. അല്ല, അങ്ങനത്തെ സന്ദർഭമൊക്കെ വരുമ്പോൾ 2 കലിമത്ത് ചെറിയ സൂറത്ത് മതി നിസ്കരിച്ചിട്ട് മൈക്കനെ ഉപയോഗിക്കാൻ പാടില്ല. ജമാഅത്താണ് ആ സമയത്ത് നടക്കുക. ചില ആൾക്ക് ഇഖ്ലാസിൽ കൂടുതൽ അങ്ങനത്തെ ചില സമയത്തൊക്കെ ചില കാര്യമായ മീറ്റിംഗ് വിളിച്ചാൽ എൻ്റെ അദ്ദാദ് മുടങ്ങുന്നതാണ്. ഇവിടെ ഈ അദ്ദാദോ മീറ്റിങ്ങോ എന്നുള്ളത് ചിലപ്പോൾ എൻ്റെ മസാല ചിലപ്പോൾ ചിന്തിക്കൂല. അതുപോലെ നോമ്പ് തുറപ്പിക്കാൻ സമയത്ത് ചെറിയ സ്കരപ്പള്ളിയോ സമൂഹം തുറയോ. അപ്പൊ ആ സമയത്ത് ആളുകൾ ആവിഷ്കരിക്കാൻ കാത്തിക്കുകയാണ്. അപ്പൊ ഇവനങ്ങോട്ട് അൽബക്കറാണ് തോന്നാൻ തുടങ്ങിയിട്ട് പിന്നെ സുബാനൊക്കെ നീട്ടിയാണ് പറഞ്ഞിട്ട് പിന്നെ നീണ്ടത് ഏപ്പിസ്താദുള്ള ദീർഘാശ്വാഫ്യത്തും കൊടുക്കട്ടെ. എപ്പോഴും എല്ലാ കൊല്ലം സഖാഫിയോട് ഉപദേശിക്കണം എന്നാണ്. ഈ തിന്നണ മൈക്ക് ഇങ്ങനെ വേക്കുന്ന അസ്ബൂക്യങ്ങൾ 2 ജമാഅത്ത് നടക്കുമ്പം മൈക്ക് വെച്ചു. അതൊക്കെ ഫത്തുൽമീന് സ്വരിഹായി പറഞ്ഞ മസലയാണ്. വസ്വാസിലൊക്കെ ഹറാമെന്നെ വരും. പരിപത്വം വഹാബിയാക്കണ്ട. ഞാനൊക്കെ വഹാബിയൊക്കെ 35 മറുപടി പറയുന്നതാണ്, നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ ഇത്തരം ചില പ്രവർത്തനങ്ങൾ ആളുകളെ വഹാബിയാക്കാൻ പ്രേരിപ്പിക്കും. മറിച്ച് അവിടെ അത് കഴിഞ്ഞാൽ മൈക്കൊന്നോട് ഒഴിവാക്കി വെച്ചിട്ട് പതുക്കെ ദ്വാരക്കുക. അതിന് 2 കലിമത്തിൽ ദുആ ചുരുക്കുക. അത് ചുരുക്കിയിട്ട് സംഘടിക്കണം. 2 കലിമത്തിൽ ചുരുക്കിയിട്ട് വേഗം അടുത്ത ജമാഅത്തിന് അവസരം കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ആരെ കുറ്റപ്പെടുത്താൻ. ഈ റമദാനൊക്കെയാണ് വരുന്ന ഉസ്താദ്മാർക്കൊക്കെ മസാല അത് ആലോചിക്കാൻ നല്ലതാണ്. ഇവിടെ തന്നെ പള്ളി ഉദ്ഘാടനത്തിന് ഖലീഫുൽ പാപ്പ നിസ്കരിച്ച് സ്ഥലം വിട്ട് ഉടനെ വേറെ ദിക്റൊന്നുമില്ല, 2 കലിമത്തിൽ വേർന്നിട്ട് ഇനി അടുത്ത ജമാഅത്ത് നിസ്കരിച്ചോളി എന്നതാണ്. അവിടെയാണ് ഇപ്പം നടക്കുന്ന സംഭവം. ഞാൻ പറയുന്നത് ചിലപ്പോൾ പങ്കെടുത്തവരിവിടെ ഉണ്ടാവും. അവിടെ ഞാൻ പള്ളിന്റെ പേരും സ്ഥലമൊന്നും പറയാത്തത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ, ഇപ്പൊ ഇമാം കൂടെ ഉണ്ടോ എന്ന് എനിക്ക് അതും അറിയില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ചില ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മസൂദ് കാഫിയുടെ വാതിൽ ശ്രദ്ധിച്ചാൽ അറിയാം. അത് ജനങ്ങളെ സുഖിപ്പിക്കാനുള്ളതല്ല, എന്നാൽ സുഖമുണ്ട്. അത് വാതികൾക്കും അദ്ദേഹത്തെ പറഞ്ഞ ചെറിയ ഉസ്താദിന്റെ അള്ളാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. ഗൗരവമുള്ള വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി പോയാലും ഉസ്താദ് ഇങ്ങനെ ചിരിച്ചിട്ട് കൊട്ടപ്പുറത്ത വിഷയാവതാനൊക്കെ തന്നെ നോക്കുകൊണ്ട് നിങ്ങൾ വേറെ ചില മുഖാമുഖങ്ങളിലൊക്കെ ചിലപ്പോൾ മുഖാമുഖത്തെ തുടക്ക കാലഘട്ടത്തിലൊക്കെ ധൈര്യത്തിന് വേണ്ടിയിട്ട് ഉസ്താദ് ഇരുന്നേരാൻ വേണ്ടിയിട്ട് വരും. മുൻമുസ്താദ് ഉണ്ടോ മുൻമുസ്താദ് ദീർഘാശ്വാഫിയത്തും കൊടുക്കട്ടെ. ഒരു മറുപടിക്കല്ല, അത് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ഇസ്മായിസ്ഥാന്റെ ഒക്കെ ഇത് പിന്നെ ചർച്ച ചെയ്യുന്ന മുഖാമുഖം തുടങ്ങിയത്. അപ്പൊ അള്ളാഹു ഇസ്മായിസ്ഥാൻ ദർജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. അപ്പൊ അവിടേക്ക് ഇങ്ങനെ ആ ഇടപെടുന്ന സമയത്ത് ചിരിച്ചിട്ടുള്ള ഇടപെടലാണ്. അതങ്ങനെ തന്നെ കോപ്പി അടിച്ച് ഏതായാലും ശിഷ്യന് കിട്ടിയത്. അത് ഉസ്താദുമാരുടെ ഇത്തിബാഴ്, അത് ഈ കോളേജും ദർസും നമ്മളെ മാറ്റും. അതാണല്ലോ ഒരു ഷെയ്ഖ് മുരീദ് എന്നുള്ള ആ ബന്ധം. അത് അണ്ടോൺ ഉസ്താദ് അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. ഒരിക്കൽ എന്നോട് മർക്കസ് പറഞ്ഞ ഓർമ്മ എനിക്കുണ്ട്. ഇങ്ങനെ എടോ ദർസും കോളേജും തമ്മിൽ ഇങ്ങനെ മാറ്റേണ്ടതെന്നാണ്. അപ്പൊ അതിന് മാറ്റത്തിൽപ്പെട്ട ഒന്നാണ്. ദർസാകുമ്പോൾ ആ ഒരു ഉസ്താദിന് ഇത്തിബാഴ് ചെയ്യാൻ പൂർണ്ണാർത്ഥത്തിൽ തന്റെ ശിഷ്യന്മാരും അനുഭവം. അതിൽ നല്ല 100% വിജയിച്ച ആളാണ് ബഹുമാനപ്പെട്ട നിന്റെ സഹോദരൻ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കൽ തന്നെ സ്വതക്കാണ്. അറബികളെ മുഖത്തേക്ക് നോക്കൽ വേറെ സ്വതക്കാണ്. അവർ കൊണ്ടാളിയനും കൊടുത്താളിയെന്ന് പറഞ്ഞതുപോലെ പശുസക്കാഫിയുടെ വാത് കേൾക്കുന്ന ആളുകൾക്ക് ഞാനൊക്കെ ചിലപ്പോൾ തമാശ പറയുമ്പോൾ ചിരിക്കുന്നത്, അല്ലാത്ത സമയത്ത് ചിരി വരില്ല. അതേസമയത്ത് ഇതിങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ അവതരിപ്പിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അദ്ദീനുൻ നസ്വഹ എന്ന് പറഞ്ഞ ആ വളരെ വിലപ്പെട്ട ഒരുപാട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ എഴുതിയ ആ ഹദീസിന്റെ മിസ്താഫ് അങ്ങനെ തന്നെ കമ്മിറ്റിക്കാരോട് എന്താ വിഷയം ചോദിച്ചിട്ട് അവർക്ക് വേണ്ടത് ബോധിപ്പിച്ചു പറഞ്ഞു പോവല്ല. ജനങ്ങൾക്ക് ഒരു അയിമ്മത്തുൽ മുസ്ലിമീന വ അമ്മത്തിഹി, എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ അത് ഇബാദത്തിലാകും, ചിലപ്പോൾ പള്ളി കമ്മിറ്റിയുടെ നടത്തിപ്പിലാകും, ചിലപ്പോൾ ചെറുപ്പക്കാരുടെ പ്രവർത്തനത്തിലാകും. അതൊക്കെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഒക്കെ വെളിച്ചത്തിലും അതുപോലെ ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിലും
എന്നാൽ തസൂഫ് അതിലേക്ക് കലർത്തിയും ആ രീതിയിലൊക്കെ നടത്തുന്ന ഒരു നല്ല ഉപദേശം. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അള്ളന്മാര് അല്ലെങ്കിൽ പ്രഭാഷകന്മാർക്കൊക്കെ മോട്ടിവേഷൻ നൽകുന്ന രീതിയിൽ ചില ആളുകൾ നല്ല തഹഖീഖാവും 13-14 കൊല്ലം പഠിച്ചിട്ടുണ്ടോ, എല്ലാ ഫുനൂനുകളിലും നല്ല ദഖലായിരിക്കും, ഇരുന്നിങ്ങനെ ചോദിച്ചാൽ ഇൽമിങ്ങനെ ഒഴുകും. പക്ഷെ ഒരു സദസ്സ് കിട്ടിയാൽ, മൈക്ക് കയ്യിൽ കിട്ടിയാൽ പ്രസംഗിക്കാൻ കഴിയില്ല, ആളുകൾക്ക് വിഷയം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അവിടെയാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞ ഈ ഹദീസിന്റെ പ്രസക്തി ബോധ്യപ്പെടുന്നത്. കിട്ടിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ആ എത്തിച്ചു കൊടുക്കുന്നവർക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകമായ പ്രാർത്ഥനയാണ്. അത് ഈ നമ്മൾ പ്രാദേശികമായി നിൽക്കുന്ന ഖത്തീബന്മാരെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച അവിടെ പ്രസംഗിക്കും, റബീഉൽ അവ്വൽ ചിലപ്പോൾ കുറച്ച് ദിവസം പ്രസംഗിക്കും. ഇപ്പൊ റമദാനാണ് വരുന്നത്, തറാവിന്റെ ശേഷം 10 പറയും. അതേ സമയത്ത് ഓരോ ദിവസവും ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്നിട്ട് അത് പറയാൻ അതൊരു തൗഫീഖാണ്. മുവഫഖായ ആളുകൾക്കാണ് അത് കഴിയുക. അല്ലാഹു നമ്മളെ കൂട്ടിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആ വഅദ് മാത്രമല്ല, ഒരു വർഷം പൂർണ്ണമായി ദർസ് നടത്തിയാൽ 10 കുട്ടികളെ കൊണ്ട് തുടങ്ങിയ ദർസാണ്. ആ ദർസ് ചിലപ്പോൾ കൊല്ലം ലാസ്റ്റ് ആകുമ്പോഴേക്ക് 2-3 കുട്ടികൾ ഉണ്ടാവുക. അതിന് ചിലപ്പോൾ ജീപ്പിന്റെ കളിക്കമ്പറായി പോയിട്ടുണ്ടാവും. ഒരൊറ്റ വഅദ് കൊണ്ട് ആലിമിന്റെ മാതൃക പറഞ്ഞതുപോലെ ഹാലു വാഹിദൻ ഫി അൽഫി റജുലിൻ മിൻ ഖൈരി വാഹിദിൻ ഫി അൽഫി വാഹിദിൻ ഫി വാഹിദി എന്ന് പറഞ്ഞില്ലേ, ഇതേപോലെ ആ ഒരൊറ്റ വഅദ് കൊണ്ട് ഒരു 10 കൊല്ലം ദർസ് നടത്തിയ മാറ്റം ചിലപ്പോൾ കിട്ടും. എന്തുകൊണ്ട്? ഈ പറഞ്ഞ മാതൃക പോകാൻ ഒരൊറ്റ ഹാലു വാഹിദിൻ ഫി അൽഫി റജുലിൻ, 1000 ആളുകളെ കൂട്ടത്തിൽ മാതൃകയെ ഒരാൾ, അയാൾ ഖൈറുൻ മിൻ അൽഫി വാഹിദിൻ ഫി വാഹിദി, ഒരാളോട് 1000 ആൾ ഉപദേശിക്കുന്നതിനേക്കാൾ മാറ്റം ഒരാൾ മാതൃക കൊണ്ട് കിട്ടുന്ന. ഇതുപോലെ ഒറ്റ വാല് കേട്ടാൽ മതി. ആ വാല് കൊണ്ട് നിസ്കരിക്കാൻ തുടങ്ങും. തന്റെ മക്കളെ ഓതാൻ പറഞ്ഞേക്കും, പള്ളിയുമായി അടുക്കും, തെറ്റിയവൻ നന്നാകും, വലിയ മാറ്റം വരും. അതൊരു നല്ല പാരമ്പര്യത്തിന്റെ തുടക്കമാണ്. 10 കൊല്ലം ദർസ് നടത്തിയ പുണ്യം ഒരൊറ്റ വാല് കൊണ്ട് ചിലപ്പോൾ ലഭിക്കും. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ 1/2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ഒരാളെ ഉറപ്പിക്കാൻ കഴിയും. വഹാബി സുന്നിയാവാൻ, ഇളകിയവൻ ഉറക്കാൻ, അപ്പുറത്ത് ഉറച്ചവൻ ഇളകാൻ, ഇതിനൊക്കെ വാല് കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് വാല് എന്ന് പറഞ്ഞാൽ സിഹ്റ എന്ന് പറഞ്ഞത്. ആ ഒരു വാലിന്റെ വല്ലാത്ത തൗഫീഖ് ലഭിച്ച മുവഫഖായ ആളാണ് ബഹുമാനപ്പെട്ട ഹാഫിദ് മസ്ഊദ് സഖാഫി അവറുകൾ. ഞങ്ങളുടെ കാണുമ്പോൾ താടിമുടിയൊക്കെ കണ്ടാൽ ചിലപ്പോൾ എന്നെക്കാളും 10 വയസ്സാറുണ്ടെന്ന് തോന്നും. എന്നെക്കാളും 13 വയസ്സ് താഴെയാണ്. എനിക്ക് 53 കഴിഞ്ഞ് 24ലേക്കാണ്. 41ാമത്തെ വയസ്സിലാണ് ഹാഫിദ് പോണത്. പക്ഷെ ആ 41 കൊല്ലം 1 മുത്താലിമാവുകയും 2 വഅദ് രാത്രികൾ പറയുകയും പകൽ ദർസ് നടത്തുകയും ചെയ്ത് ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ സുഹൃത്തുക്കളും സ്നേഹവലയത്തിലേക്ക് പഠിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ പിന്നെ ഒന്ന് തണ്ടോണ പറഞ്ഞല്ലോ, അത് അടിവരുണ്ടാണ്. പഠിപ്പിച്ച ഉസ്താദിന്റെ നാവിൽ നിന്ന് അഭാവത്തിൽ മഹത്വം വരുന്നുണ്ടോ, ആ ശിഷ്യന് പൊരുത്തുണ്ടോ? മുമ്പിൽ വെച്ചിട്ടല്ലല്ലോ പറയണത്. അതേമയത്ത് ഹാഫിൾ ആകുകയാണെങ്കിൽ എന്റെ മസൂദിനെ പോലെയാണ് എന്റെ എന്നുള്ള എന്നിലേക്ക് അസോമു ലീ എന്ന് പറഞ്ഞ ഹദീസിനോട് വ്യാഖ്യാനിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറച്ചിലാണ് എന്റെ മസൂദിനെ പോലെ ആകണം എന്ന് ഉറക്കത്തിൽ വിളിച്ചാൽ ആയത്തോതും എന്ന് ഒരു ഗുരു. അത് ചെറിയ ആളും അല്ലല്ലോ, വലിയ ആളാണല്ലോ പറയണത്. ആ ചെറിയ പിസ്താനെ പറ്റിയ വലിയ പിസ്ത പറഞ്ഞ് എന്റെ പിൻഗാമി